നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ്. വിദ്വേഷ പ്രസംഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ശക്തമാക്കുന്നതിനിടെയാണ് രണ്ടാം ഘട്ട പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീഴുന്നത്. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങൾ വിധിയെഴുതും. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. DMKയുമായി കൈകോർത്ത കോൺഗ്രസിനെ AIADMK ഉൾപ്പെടെയുള്ള പാർട്ടികളെ അണിനിരത്തി മഹാസഖ്യം രൂപീകരിച്ചാണ് BJP നേരിടുന്നത്. കർണാടകത്തിൽ 14 മണ്ഡലങ്ങളിലും ഇന്ന് പരസ്യപ്രചാരണം പൂർത്തിയാകും. മുഖ്യമന്ത്രിയാകാൻ 1800 കോടി രൂപ കോഴ നൽകിയെന്ന BS യെദ്യൂരപ്പയുടെ ഡയറിക്കുറിപ്പുകളുടെ ദൃശ്യങ്ങൾ കർണാടകയിൽ വലിയ പ്രചാരണ വിഷയമായിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BSP അധ്യക്ഷ മായാവതിയുമടക്കം വിലക്ക് നേരിടുന്നതിനിടെയാണ് ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 10 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അസം, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 5 വീതം മണ്ഡലങ്ങളിലും ഇന്ന് പരസ്യപ്രചാരണം പൂർത്തിയാകും. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ കങ്കർ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ 3 മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിലെ ശ്രീനഗർ, ഉദ്ധംപൂർ മണ്ഡലങ്ങളിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ന് മാരത്തൺ പ്രചാരണങ്ങളിൽ പങ്കെടുക്കും. നാളെയാണ് സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വോട്ട് തേടുക. അന്തരിച്ച KM മാണിയുടെ പാലായിലെ വസതിയിലും രാഹുൽ ഗാന്ധി ഇന്നെത്തും. ഇന്നലെ രാത്രിയാണ് രാഹുൽ ഗാന്ധി തലസ്ഥാനത്തെത്തിയത്. സ്വകാര്യ ഹോട്ടലിൽ തങ്ങുന്ന കോൺഗ്രസ് അധ്യക്ഷൻ KPCC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി. പത്തനാപുരത്താണ് ആദ്യ പ്രചാരണ പരിപാടി. മാവേലിക്കര മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടിയുള്ള പ്രചാരണ പരിപാടിയാണ് അടുത്തത്. തുടർന്ന് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഇതിനിടെ അന്തരിച്ച KM മാണിയുടെ പാലായിലെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. വൈകിട്ട് 6-നാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം. വൈകിട്ട് തന്നെ കണ്ണൂരിന് പോകുന്ന രാഹുൽ ഗാന്ധി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തും. നാളെ സ്വന്തം മണ്ഡലമായ വയനാട്ടിലാണ് പര്യടന പരിപാടികൾ. വയനാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കും. രാഹുലിന്റെ വരവോടെ സംസ്ഥാനത്തെ പ്രചാരണ രംഗത്ത് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് അധ്യക്ഷൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങളിലേക്ക് സമീപ ജില്ലകളിലുള്ള പ്രവർത്തകർ കൂടി എത്താൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അനു, അദ്ദേഹം ശംഖുമുഖത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലാണ് ഉള്ളത് എന്നറിയാം. എത്ര മണിയോടുകൂടി രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി പുറത്തേക്കിറങ്ങും? ഇന്നത്തെ പ്രചാരണ രീതികൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം 9:15 അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് പോകും ഈ റിസോർട്ടിൽ നിന്ന്. തുടർന്ന് അവിടെ നിന്നാണ് അദ്ദേഹം പത്തനാപുരത്തേക്ക് പോവുക. അവിടെ മാവേലിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോകും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകും. തുടർന്നാണ് ആലപ്പുഴയിലേക്ക് എത്തുക. ഇങ്ങനെ വളരെ കൃത്യമായ ഒരു ഷെഡ്യൂളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ പരിക്കേറ്റ് ചികിത്സയിൽ കിടക്കുന്ന തരൂരിനെ അദ്ദേഹം സന്ദർശിക്കും എന്നും ഇപ്പോൾ UDF കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു സമയം ഇതുവരെയും അവർ വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് രാവിലെയോ വൈകിട്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി തരൂരിനെ കാണും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായിരുന്നാലും തിരുവനന്തപുരത്തെ ശംഖുമുഖം എയർപോർട്ടിന് സമീപത്തുള്ള സ്വകാര്യ റിസോർട്ടിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. ഇവിടെ കേരള പോലീസിൻ്റെ SPGയുടെ അടക്കമുള്ള വലിയ സുരക്ഷാ സംവിധാനം അദ്ദേഹത്തിനായി ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ UDF തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾക്കായുള്ള പ്രചരണം അദ്ദേഹം നടത്തും. വലിയ പൊതുസമ്മേളനം, വലിയ ഒരു പരിപാടിയാക്കാനുള്ള സജ്ജീകരണങ്ങൾ DCCയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം ഈ റിസോർട്ടിലാണുള്ളത്. ഇവിടുന്ന് ഏതാണ്ട് 9:15 തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിലേക്ക് പോയി അവിടെ നിന്ന് പത്തനാപുരത്തേക്ക് പോകാനാണ് ഇപ്പോൾ അദ്ദേഹം ഈ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ദിവ്യ, VS അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ആരാധകരെ ഇളക്കിമറിച്ച് കോൺഗ്രസിന്റെ താരപ്രചാരക ഖുഷ്ബു വയനാട്ടിലെത്തി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പറഞ്ഞ ഖുഷ്ബു രാഷ്ട്രീയ എതിരാളി CPM അല്ല BJP ആണെന്നും വ്യക്തമാക്കി. 90കളിലെ സൂപ്പർ നായികയെ കാണാൻ മണിക്കൂറുകളോളം കാത്തുനിന്നു വയനാട്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്നിരിക്കുന്നു എന്ന രജനി ഡയലോഗ് കേട്ട് ജനക്കൂട്ടം എല്ലാം മറന്ന് കൈയടിച്ചു. லேட்டா வந்தாலும் லேட்டஸ்ட் வந்த மாதிரி ஃபீலிங் இருக்கு.
எல்லாரும் இங்க காத்துட்டு இருக்கீங்க, ரொம்ப சந்தோஷம். മാനന്തവാടിക്കടുത്ത് കുഞ്ഞോമിലായിരുന്നു പൊതുയോഗം. പിന്നെ നിരവിൽപ്പുഴ മുതൽ പനമരം വരെ റോഡ് ഷോ. വയനാട്ടിൽ ഖുശ്ബു ശബരിമല വിഷയത്തിലെ നിലപാട് മാറ്റി വിശ്വാസികൾക്കൊപ്പമായി. You have certain traditions which you need to follow. Supreme Court orders are there to tell you that there cannot be a divide, there cannot be a difference, a gender discrimination between the man and a woman. But you have to understand that it's a tradition which has been following for many years, hundreds of years, which needs to be kept. It's a belief of the people, the traditional belief of the people. തമിഴ്നാട്ടിൽ കോൺഗ്രസിനൊപ്പമുള്ള CPM-നെ കേരളത്തിൽ എതിർക്കുന്നതിൽ തെറ്റില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകുന്ന കാര്യം രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്നും ഖുശ്ബു വ്യക്തമാക്കി. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 വയനാട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 4:30 തൃശൂരിലാണ് അമിത്ഷായുടെ ആദ്യ പരിപാടി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണ യോഗത്തിൽ അമിത്ഷാ പ്രസംഗിക്കും. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി BJP ഉയർത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അമിത്ഷാ ഇക്കാര്യം പ്രസംഗിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തൃശൂരിലെ പരിപാടിക്ക് ശേഷം 6:30 അങ്കമാലി അത്താണിയിലെത്തുന്ന അമിത്ഷാ ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന്റെ പ്രചാരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ശബരിമല വികാരം ആളിക്കത്തിച്ച് വോട്ട് തേടാൻ BJP. സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തുന്ന ദേശീയ നേതാക്കളെല്ലാം ശബരിമലയാണ് മുഖ്യ പ്രചാരണ വിഷയമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത നിയന്ത്രണമുണ്ടെങ്കിലും ഇന്ന് സംസ്ഥാനത്തെത്തുന്ന ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ശബരിമല വിഷയത്തിലൂന്നി സംസാരിക്കാനാണ് സാധ്യത. അവസാന ലാപ്പിലെ പ്രചാരണത്തിൽ ശബരിമല തന്നെയാണ് BJPക്ക് മുഖ്യ വിഷയം. സംസ്ഥാനത്തെത്തുന്ന 1 ഡസനോളം കേന്ദ്ര നേതാക്കൾ ശബരിമല തന്നെ ചർച്ചയാക്കുന്നു. तब इन्हें अयप्पा के नाम से भी डर लगता है. ये कैसा चुनाव है भाई, जहाँ जो डिवोटी गुरु का अपनी बेटी का नाम भी नहीं ले सकते, वो लॉर्ड अयप्पा भी नहीं कह सकते. कैसा चुनाव है? और उन्होंने तो गोलियां चलाई, जेलों में बंद किया. आपको तो कुछ नहीं करना, केवल एक कमल का बटन दबाना है, सबका सफाया हो जाएगा. ഇന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായും സംസ്ഥാനത്തെത്തുന്നുണ്ട്. തൃശൂരിലും ആലുവയിലുമാണ് പരിപാടികൾ. ശബരിമല വിഷയത്തിലൂന്നിയുള്ള പുതിയ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. 18-ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടെങ്കിലും ശബരിമല തന്നെ മുഖ്യ പ്രചാരണ വിഷയമാക്കി പ്രധാനമന്ത്രിയും ഏറ്റെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ തീരമേഖലയെ ആവേശത്തിലാക്കി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമന്റെ റോഡ് ഷോ. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും റോഡ് ഷോയിൽ പങ്കെടുത്തു. പൂന്തുറ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം പ്രദേശവാസികൾ റോഡ് ഷോയ്ക്കെതിരെ പ്രതിഷേധിച്ചു. നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം നിർമ്മല സീതാരാമൻ ഇതാ നിങ്ങളെ നേരിൽ കണ്ട് കുമ്മനം രാജശേഖരൻ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുവാൻ, നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ വരുന്നു. കഴിഞ്ഞ 2 തവണയും ശശി തരൂരിന്റെ വിജയത്തിൽ നിർണായകമായ തീരദേശ മേഖല ലക്ഷ്യമിട്ടായിരുന്നു BJPയുടെ റോഡ് ഷോ. ഓഖി ദുരന്തമുഖത്തെത്തി മലയാളികളെ ആശ്വസിപ്പിച്ച പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനിലൂടെ വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഈ തീരദേശ മേഖലയിലെ സഹോദരങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം പറയട്ടെ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. എന്നും 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 ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. വേളി മുതൽ പൂവാർ ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വൈകിയെത്തിയ പ്രതിരോധ മന്ത്രി പൂന്തുറ ജംഗ്ഷൻ മുതലാണ് റോഡ് ഷോയിൽ പങ്കുചേർന്നത്. പൂന്തുറ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം റോഡ് ഷോയ്ക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. BJP പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളുമായി നേരിയ വാക്കുതർക്കവുമുണ്ടായി. പോലീസിന്റെ സമയോചിത ഇടപെടലാണ് സംഘർഷം ഒഴിവാക്കിയത്. തുടർന്ന് വിഴിഞ്ഞം, കോവളം എന്നിവിടങ്ങളിലൂടെ റോഡ് ഷോ പൂവാറിൽ സമാപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സുപ്രീംകോടതി വിമർശനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയെപ്പറ്റി കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയിൽ വിശദീകരണം നൽകും. വിദ്വേഷ പ്രസംഗത്തിന് യോഗി ആദിത്യനാഥ്, മായാവതി, മനേകാ ഗാന്ധി, അസം ഖാൻ എന്നിവരെ പ്രചാരണത്തിൽ നിന്ന് കമ്മീഷൻ വിലക്കിയത് കോടതിയെ അറിയിക്കും. 4 നേതാക്കൾക്കുമുള്ള പ്രചാരണ വിലക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. മതത്തിന്റെ പേരിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരായ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധി സുപ്രീംകോടതി പരിശോധിക്കുന്നത്. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പരിമിതികളുണ്ടെന്ന് കമ്മീഷൻ ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു.
നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേയുള്ളൂ. ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ അധികാരമില്ല. ഈ മറുപടിയെ തുടർന്നാണ് കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് പരിശോധന ആവശ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി ഇന്ന് വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടത്. കോടതി വിമർശനത്തിന് പിന്നാലെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കമ്മീഷൻ 3 ദിവസത്തേക്കാണ് പ്രചാരണത്തിൽ നിന്നും വിലക്കിയത്. BSP അധ്യക്ഷ മായാവതിയെയും മനേകാ ഗാന്ധിയെയും 2 ദിവസത്തേക്കും സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനെ 3 ദിവസത്തേക്കും വിലക്കി. ഇന്ന് രാവിലെ 6 മണി മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വന്നു. പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനോ അഭിമുഖങ്ങൾ നൽകാനോ വിലക്ക് നിലനിൽക്കെ നേതാക്കൾക്ക് കഴിയില്ല. ഇവർക്കെതിരെ സ്വീകരിച്ച നടപടികളും കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിക്കും. ന്യൂസ് 18 ഡൽഹി. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായ്ക്കെതിരെ മുസ്ലിം ലീഗ് ഇന്ന് പരാതി നൽകും. വിദ്വേഷ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകുക. അമിത്ഷായ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടും. നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും IUML ദേശീയ സെക്രട്ടറി ഖൊറം ഒമർ പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടത്തിയ റോഡ് ഷോ കണ്ടാൽ പാകിസ്ഥാനിലാണ് റാലി നടന്നതെന്ന് തോന്നുമെന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം. In regards to Mr. Amit Shah also, Muslim League is going to file a complaint on his comments on stating that Wayanad and Kerala is a Pakistani territory. Words like these should not come from the leaders of such stature. Muslim League is also contemplating to file a complaint with the court and take this matter legally forward after going in detail with the Election Commission order. തെരഞ്ഞെടുപ്പ് രംഗത്ത് നേതാക്കൾ നടത്തുന്ന ചട്ടലംഘനമാണ് തുടർച്ചയായി വരുന്ന വാർത്തകൾ. അതിന് പാർട്ടി വ്യത്യാസമില്ല. കമ്മീഷന്റെ വിലക്കുകൾ ലംഘിച്ച് കമ്മീഷനെ വെല്ലുവിളിച്ചുള്ള നേതാക്കളുടെ പ്രകടനം എന്ത് സന്ദേശമാണ് നൽകുന്നത്? അധികാരമുണ്ടെന്ന് കമ്മീഷനെ ഓർമ്മപ്പെടുത്താൻ സുപ്രീം കോടതി വേണ്ടിവന്നു. ചില്ലറ നടപടികൾ കൊണ്ട് മാത്രം തീരുന്നതാണോ ഈ വിഷയം? ന്യൂസ് അജണ്ട ചോദിക്കുന്നു. പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുന്നു. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0471661588. ചോദ്യമൊരിക്കൽ കൂടി, പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുന്നു. മുസ്ലിം പള്ളികളിൽ ആരാധനയ്ക്ക് സ്ത്രീകൾക്കുള്ള വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് SA ബോബ്ഡെ, ജസ്റ്റിസ് അബ്ദുൽ നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പൂനെ സ്വദേശികളായ ദമ്പതികളായ യാസ്മിൻ സുബീർ അഹമ്മദ് പിർസാദെ, സുബീർ അഹമ്മദ് നാസിർ അഹമ്മദ് പിർസാദെ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. പ്രവേശന വിലക്ക് ഭരണഘടനയുടെ 14, 15, 21, 25, 29 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നാണ് ഹർജിക്കാരുടെ ആക്ഷേപം. പൂന ബോപ്പോഡിയിലെ മുഹമ്മദിയ ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് കയറാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യാസ്മിൻ സുബീർ അഹമ്മദ് പിർസാദെ പള്ളി ഇമാമിന് കത്ത് നൽകിയെങ്കിലും അനുമതി ലഭിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് പിന്നാലെ മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവും സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ സ്ത്രീകളെ അനുവദിക്കണമെന്നാണ് ആവശ്യം. കോടതി എന്തു പറയും? ശബരിമലയിൽ ഭരണഘടന ചൂണ്ടിക്കാട്ടി തീരുമാനമെടുത്ത കോടതി ഇവിടെയും സമാനമായ നിരീക്ഷണത്തിലെത്തുമോ? രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അജണ്ടയുടെ ചോദ്യം ഇതാണ്: മുസ്ലിം പള്ളികളിലും സ്ത്രീ പ്രവേശനം സാധ്യമാകുമോ? മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ടാങ്കർ ലോറിയിടിച്ച് 3 മരണം. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ച 3 പേരും. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? വിശദാംശങ്ങൾ. അല്പസമയം മുമ്പ്, അതായത് അരമണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. കൂട്ടിലങ്ങാടിയിലെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് പുറത്തേക്ക് വരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ മംഗലാപുരത്ത് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയും പിന്നെ ഡ്രൈവറുകാരനായ ഒരു കൂട്ടിലങ്ങാടി സ്വദേശിയുമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളി, അതായത് ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പുറകിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആണ് മരിച്ചിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവരുടെ മൃതദേഹം ഇപ്പോൾ മലപ്പുറം കോട്ടപ്പടിയിലുള്ള ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വണ്ടി ഓടിച്ചിരുന്ന ആൾ മലപ്പുറം
കുട്ടലങ്ങാടി സ്വദേശിയാണെന്നാണ് സൂചന. ഇയാളുടെ നില അതീവ ഗുരുതരമാണ്. ഇയാളെ മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പോലീസ് എത്തി ഇപ്പോൾ അവിടെ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ഈ വാഹനം അപകടം നടന്നത് ദേശീയപാതയിലാണ് എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഗതാഗത തടസ്സം അവിടെ അനുഭവപ്പെടുന്നു. ഇപ്പോൾ അവിടെ നിന്നും വാഹനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തുലാഭാര ത്രാസ് പൊട്ടിവീണ് തലയ്ക്ക് പരിക്കേറ്റ ശശി തരൂരിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. തലവേദനയുള്ളതിനാലും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് പതിവായി കഴിക്കുന്നതിനാലും തരൂർ ന്യൂറോ സർജറി ICUവിൽ നിരീക്ഷണത്തിലാണ്. ആശുപത്രി വിടുന്ന കാര്യത്തിൽ ഇന്ന് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. അസാധാരണ സംഭവമായതിനാൽ ശശി തരൂരിനെ അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ത്രാസ് പൊട്ടി വീണതിൽ വീഴ്ചയോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ലോകവാർത്തകൾ. ഫ്രാൻസിലെ പുരാതന ദേവാലയമായ നോട്ടർഡാം കത്തീഡ്രലിൽ വൻ തീപിടുത്തം. പള്ളിയുടെ ഗോപുരം പൂർണ്ണമായും അഗ്നിക്കിരയായി തകർന്നു വീണു. കത്തീഡ്രലിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേനാംഗങ്ങൾ. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരുന്ന പരിപാടി മാറ്റിവെച്ചു. ഈഫൽ ഗോപുരം കഴിഞ്ഞാൽ ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നോട്ടർഡാം കത്തീഡ്രൽ ദേവാലയം. 850 വർഷത്തിലധികം പഴക്കമുള്ള കത്തോലിക്ക ദേവാലയത്തിന്റെ ഗോപുരത്തിലും അതിനോട് ചേർന്ന മേൽക്കൂരയിലുമാണ് തീപിടുത്തമുണ്ടായത്. കത്തീഡ്രലിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു. തൊഴിലാളികളുടെ കയ്യിൽ നിന്നുണ്ടായ പിഴവാകാം അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കത്തീഡ്രലിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചുവെന്ന് അഗ്നിശമന സേന വ്യക്തമാക്കി. എന്നാൽ ദേവാലയത്തിന്റെ ഗോപുരം തീപിടുത്തത്തിൽ കത്തിനശിച്ച് നിലം പതിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ സ്ഥലത്തെത്തി. സംഭവത്തിൽ തീവ്ര ദുഃഖം രേഖപ്പെടുത്തിയ അദ്ദേഹം ഫ്രഞ്ച് ജനതയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കത്തിനശിച്ചിരിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. പ്രാർത്ഥനകൾ ചൊല്ലിയും പരസ്പരം ആശ്വസിപ്പിച്ചുമാണ് ഫ്രഞ്ച് ജനത തങ്ങളുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും കൂടി ഭാഗമായ നോട്ടർഡാം കത്തീഡ്രലിന്റെ ഒരു ഭാഗം അഗ്നിക്കിരയായത് കണ്ടുനിന്നത്. നഗരത്തിലെ മറ്റു ദേവാലയങ്ങളെല്ലാം അപകടത്തെ തുടർന്ന് കൂട്ടമണി മുഴക്കി. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് കത്തീഡ്രൽ. സമീപകാലത്ത് ഫ്രാൻസിലെ ചില ദേവാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഭവത്തെ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പുതിയ കാലത്തെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് റാന്തൽ വെളിച്ചത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിന്റെ ഓർമ്മയിലാണ് കോഴിക്കോട്ടെ മുൻ MLA CP കുഞ്ഞ്. കോളാമ്പി മൈക്കിലൂടെ മൈതാനങ്ങളിൽ ജനങ്ങളെ പിടിച്ചിരുത്തിയ കഥകൾ പങ്കുവയ്ക്കുകയാണ് ഈ 90-കാരൻ. റാന്തൽ വിളക്കേന്തി നാട്ടിടവഴികളിൽ കാൽനടയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ കാലം. കാതടിപ്പിക്കുന്ന അത്യാധുനിക ശബ്ദവിന്യാസങ്ങളില്ല, പകരം കോളാമ്പി സ്പീക്കറുകൾ മാത്രം. ആ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് കാരണവരിൽ ഒരാളായ 90-കാരൻ CP കുഞ്ഞ്. കൈകൊണ്ട് പോസ്റ്റർ എഴുതി മതിൽമേലൊട്ടിക്കും. ആ ധാരാളം കോപ്പികളുണ്ടാവും, ഓരോരുത്തർ എഴുതിണ്ടാക്കും. ഇന്നോ പ്രിന്ററാണ്. വിദ്യാർത്ഥി സംഘടനയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന കുഞ്ഞ് 16-ാം വയസ്സ് മുതൽ പ്രസംഗിക്കാൻ പോകുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പാർട്ടിയിലേക്ക് വന്നു. 1950കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പറായി. ഇന്നും പാർട്ടി മെമ്പർഷിപ്പുണ്ട്, സാധാരണ മെമ്പർഷിപ്പുണ്ട്. 1987 കോഴിക്കോട്ട് നിന്നും MLA ആയ കുഞ്ഞ് 91 MK മുനീറിനോട് തോൽക്കുകയായിരുന്നു. ടി ആതിര, ന്യൂസ് 18, കോഴിക്കോട്. CPM തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ ഗുജറാത്തിൽ നിന്നും അശോക് മോച്ചിയും കുത്തബുദ്ദീൻ അൻസാരിയും കേരളത്തിലെത്തി. വടകരയിലെ സ്ഥാനാർത്ഥി P. ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് ഇരുവരും ആദ്യ ദിനം പങ്കെടുത്തത്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന 21 വരെ ഇവർ കേരളത്തിലുണ്ടാകും. ഗുജറാത്ത് കലാപനാളിലെ ഇരയുടെയും വേട്ടക്കാരന്റെയും പ്രതീകങ്ങളായിരുന്നു കുത്തുബുദ്ദീൻ അൻസാരിയും അശോക് മോഞ്ചിയും. വർഷങ്ങൾക്ക് ശേഷം 2014 മാർച്ച് 18-ന്
തളിപ്പറമ്പിൽ നടന്ന സെമിനാറിൽ ഇരുവരെയും ഒരു വേദിയിലെത്തിച്ചത് പി ജയരാജനായിരുന്നു. ആ ബന്ധമാണ് പ്രചരണ രംഗത്ത് ഇരുവരും സജീവമാകുവാൻ കാരണം. പി ജയരാജന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയ രണ്ടുപേരും വടകരയിലെ പൊതുയോഗത്തിലും പങ്കെടുത്തു. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചായിരുന്നു അശോക് മോഞ്ചിയുടെ പ്രസംഗം. फर्स्ट टाइम हमने जयराजन सर को ही बुलाए थे. जब मैं केरला में आया तब केरला के बारे में मैं सिर्फ इतना ही जानता था कि केरला हाई एजुकेशन स्टेट और केरला कम्युनिस्ट स्टेट. കുതുബ്ദീൻ അൻസാരിയും ഗുജറാത്ത് കലാപത്തിലെ വേദനിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചു. सारे लोगों को मिलके, सारे लोगों को एक साथ लेके दिल्ली के अंदर ऐसे आदमियों को भेजना है जो पूरे देश की फिक्र करें, जो पूरे देश को साथ में लेके चलें. और हिंदू, मुस्लिम, सिख, ईसाई हम सब हैं भाई भाई. बस यही हिंदुस्तान की पहचान है. जय हिंद, जय भारत. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇരുവരെയും എത്തിച്ച് BJPക്കെതിരായി പ്രചരണം ശക്തമാക്കുവാനാണ് CPM തീരുമാനം. ന്യൂസ് 18 വടകര. രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും ഇമ്രാൻഖാനെ കാണാൻ പോയോ? സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്ന ഈ ചിത്രത്തിന് പിന്നിലെ സത്യമെന്ത്? സൈനിക ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരിക്കുന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും നവജോത് സിംഗ് സിദ്ധുവും ശത്രുഘ്നൻ സിൻഹയും. ജനലിനപ്പുറം നിസ്കരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. നവമാധ്യമങ്ങളിൽ സജീവമായി പ്രചരിക്കുന്ന ചിത്രമാണിത്. ആയിരക്കണക്കിന് പ്രൊഫൈലുകളാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പല പോസ്റ്റിനും ആയിരക്കണക്കിന് ഷെയറുകളും. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പാകിസ്ഥാന് വോട്ട് ചെയ്യുന്നത് പോലെയാണെന്നും ഈ നേതാക്കൾ പാകിസ്ഥാന്റെ അടിമകളാണെന്നും ചിത്രത്തിനൊപ്പം എഴുതിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊരു വ്യാജ ചിത്രമാണ് എന്നതാണ് സത്യം. പാക് പ്രധാനമന്ത്രി സൈനിക തലവൻ ഖമർ ജാവേദ് ബജ്വയുമായി കഴിഞ്ഞ ഏപ്രിൽ 4 നടത്തിയ ചർച്ചയുടെ ചിത്രമാണ് ഇത്. പാക് സർക്കാരിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലുള്ള യഥാർത്ഥ ചിത്രത്തിൽ പക്ഷേ രാഹുലോ കെജ്രിവാളോ സിദ്ധുവോ ഒന്നുമില്ല. കാലിയായ 4 കസേരയിൽ 4 പേരെ എഡിറ്റ് ചെയ്ത് കയറ്റി. കെജ്രിവാളിനെ മുറിക്ക് പുറത്തും. ഇമ്രാൻഖാൻ തന്റെ ഓഫീസ് മുറിയിൽ നടത്തുന്ന എല്ലാ ചർച്ചയുടെ സമയത്തും ഈ 4 കസേരകൾ കാലിയായി കിടക്കുന്നതും ചിത്രങ്ങളിൽ നിന്ന് വ്യക്തം. എന്തായാലും ഈ വ്യാജ ചിത്രം നവമാധ്യമങ്ങളിൽ സജീവമായി പ്രചരിക്കുകയാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.